അപ്പോൾ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് പിന്നെ ജനറൽ നോളജും ഒക്കെ ആയിട്ടാണ് ഇന്ന് പോകുന്നത്. ഇതിപ്പോൾ 10ന് പകരം 20 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം ഇന്ന് കുറച്ച് സ്പേസ് മിഷൻസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അത് നമുക്കൊരു 10 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നത് Colonel Anil Menon, who is scheduled to travel to space, is associated with which space agency? ISRO ആണോ, ESA ആണോ, NASA ആണോ, JAXA ആണോ? മോസ്റ്റ് പ്രോബബ്ലി നാസ ആയിരിക്കും അല്ലേ? നാസ ആവാനാണ് സാധ്യത. നമുക്ക് നോക്കാം, ആൻസർ ലാസ്റ്റ് നോക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ഒന്ന് ഗസ്, നിങ്ങളും ഗസ് വർക്ക് ചെയ്യുക, ഗസ് ചെയ്ത് പോവുക. അപ്പം നമുക്ക് എന്തായാലും മാർക്ക് ചെയ്ത് വെച്ചേക്കാം, നാസ. Okay. So, ഇനി കേണൽ അനിൽ മേനോൻ is set to become the first person of dash descent. തമിഴാണോ കേരള അല്ലേ? നമ്മുടെ ഈ കേരളത്തിലുള്ള ഫസ്റ്റ് പേഴ്സൺ ആയിരിക്കും സ്പേസിലേക്ക് പോകാൻ. ഓക്കെ, ഇനി 23rd എന്താണ്? വിച്ച് സ്പേസ് ക്രാഫ്റ്റ് വിൽ ക്യാരി കേണൽ അനിൽ മേനോൻ ഓൺ ഹിസ് ഫസ്റ്റ് സ്പേസ് മിഷൻ? ഇപ്പം നിങ്ങൾ കറണ്ട് അഫെയർ കറക്റ്റ് അപ്ഡേറ്റഡ് ആണെങ്കിൽ സോയൂസ് ആയിരിക്കും, റഷ്യൻ സ്പേസ് ക്രാഫ്റ്റ് ആയിട്ടുള്ള സോയിസിലായിരിക്കും പോവുക. ഡ്രാഗൺ ആരുടെയാണ്? സ്പേസ് എക്സിന്റെ അല്ലേ? ഓക്കെ, നൗ 24th വൺ നോക്കാം. അതായത് ഇന്നത്തെ നാലാമത്തെ ക്വസ്റ്റ്യൻ. അതായത് വാട്ട് ഈസ് ദ പ്രൈമറി ഡെസ്റ്റിനേഷൻ ഓഫ് കേണൽ അനിൽ മേനോൻസ് അപ്കമിങ് മിഷൻ? പുള്ളിയുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണ്? മൂണാണോ, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആണോ, തിയാഗോങ് സ്പേസ് സ്റ്റേഷൻ ആണോ, മാർസ് ആണോ? മൂണും മാർസും ഒക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, അതൊക്കെ വേറെ മിഷനുകളാണ്. അപ്പോൾ നമുക്ക് ഒന്നല്ല ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ തിയാഗോങ് സ്പേസ് സ്റ്റേഷൻ ആയിരിക്കും. ഇത് തിയാഗോങ് സ്പേസ് സ്റ്റേഷൻ ചൈനയുടെയാണ്. അപ്പോൾ എന്തായാലും ISSലേക്ക് പോവുള്ളൂ അല്ലേ? നാസയുടെ മിഷനൊക്കെ ഈ തിയാഗോങ് സ്പേസ് സ്റ്റേഷനിലേക്ക് പോകാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് B ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി ഇന്നത്തെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ISRO ഫസ്റ്റ് അൺക്രൂഡ് ഗഗൻയാൻ ടെസ്റ്റ് ഫ്ലൈറ്റ് പ്ലാൻഡ് ബിഫോർ എ ക്രൂഡ് മിഷൻ ഈസ് നോൺ ആസ്. ഓക്കെ, അതായത് ആരും ഇല്ലാതെ ഒരു ടെസ്റ്റ് ഫ്ലൈറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഗഗൻയാൻ ടെസ്റ്റ് ഫ്ലൈറ്റ്. ആ മിഷന്റെ പേരെന്താണ്? ഗഗൻയാൻ 1, ഭാരതീയ 1, ഹ്യൂമൻ സാറ്റ് 1, വ്യോം 1. മിക്കവാറും ഗഗൻയാൻ 1 ആയിരിക്കും അല്ലേ? ഗഗൻയാൻ 1 ആവാനാണ് സാധ്യത. നോക്കാം, വലിയ പിടിയില്ല. ഭാരതീയ 1ഉം ഹ്യൂമൻ സാറ്റ് 1 ആവാൻ സാധ്യതയില്ല. പിന്നെ വ്യോം ആണോ എന്നൊരു സംശയമുണ്ട്, നോക്കാം. എന്തായാലും ആൻസർ നമുക്ക് ലാസ്റ്റ് നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഹ്യൂമനോയിഡ് റോബോട്ട് ഈസ് എക്സ്പെക്ടഡ് ടു ഫ്ലൈ aboard an uncrewed Gaganyaan mission? So that is Vyomitra. ഹ്യൂമനോയിഡ് വ്യോമിത്രയാണ് കേട്ടോ, കൺഫേം ആണ്. സോ വിച്ച് ഇന്ത്യൻ എയർഫോഴ്സ് ഓഫീസർ സെർവ്ഡ് ആസ് എ ബാക്കപ്പ് ആസ്ട്രോനോട്ട് ഫോർ ആക്സിയോം മിഷൻ 4? ഒരു പിടിയില്ല, ലീവ് ചെയ്യലേ രക്ഷയുള്ളൂ. നമുക്ക് നോക്കാം, അതായത് നമുക്ക് MCQയിലൂടെ പഠിക്കുക എന്നുള്ള സീരീസ് ആണ് ഇത്. നോക്കാം, ആക്സിയോം മിഷൻ 4. രാകേഷ് ശർമ്മ ആവാൻ സാധ്യതയില്ല, ബാക്കി ആരെങ്കിലും ഒക്കെ ആയിരിക്കും അല്ലേ? നോക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട്. വാട്ട് ഈസ് എ ലോങ് ടേം ഒബ്ജക്റ്റീവ് ഓഫ് ഇന്ത്യസ് ഗഗൻയാൻ പ്രോഗ്രാം? ലോങ് ടേം ഒബ്ജക്റ്റീവ് എന്താണ്? ബിൽഡ് എ ലൂണാർ കോളനി ഇമ്മീഡിയറ്റ് ആയിട്ട്. ലോങ് ടേം ഒബ്ജക്റ്റീവ് അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുമോ? ഇല്ല. സോ നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഡെമോൺസ്ട്രേറ്റ് ഇൻഡിപെൻഡന്റ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് കേപ്പബിലിറ്റി. നോക്കാം. മൈൻ ആസ്ട്രോയിഡ്സ് മൈൻ ചെയ്യാനൊന്നും ഒരിക്കലും നമ്മൾ ഗഗൻയാൻ മിഷൻ ഉപയോഗിക്കുന്നില്ല. സെൻഡ് ഹ്യൂമൻസ് ഡയറക്ട്ലി ടു മാർസും അല്ല. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ എലിമിനേഷൻ ടെക്നിക്കിലൂടെ നമുക്ക് ആൻസർ B ആണെന്ന് നമുക്ക് തെളിയിച്ചെടുക്കാം. ആൻസർ അപ്പോൾ B ആണ്. ഇനി ഇന്നത്തെ 9th ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി ഈസ് എക്സ്പെക്ടഡ് ടു ബിക്കം ദ 4th നേഷൻ ടു ഇൻഡിപെൻഡന്റ്ലി ലോഞ്ച് ഹ്യൂമൻസ് ഇൻ ടു സ്പേസ് ഇഫ് ഗഗൻയാൻ സക്സീഡ്സ്? അതായത് ഗഗൻയാൻ ജയിക്കുകയാണെങ്കിൽ ഈ നേഷൻ ആയിരിക്കും 4ാമത് ഹ്യൂമൻസിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്പേസിലേക്ക് വിടുക. ഗഗൻയാൻ എന്ന് പറഞ്ഞാൽ ആരുടെ മിഷനാണ്? ഇന്ത്യൻ മിഷനാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഗഗൻയാൻ ഒന്നും തരില്ല. അപ്പോൾ ഇന്ത്യ 4ാമത്തെ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഹ്യൂമൻസിനെ സ്പേസിലോട്ട് എത്തിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ 30th
അതായത് ഇന്നത്തെ 10ാമത്തെ ക്വസ്റ്റ്യൻ. The planned orbital duration of the first crewed Gaganyaan mission is expected to be approximately. അതായത് ഈ ഗഗൻയാൻ മിഷൻ നമ്മൾ മാൻഡ് മിഷൻ നമ്മൾ പോകുമ്പോൾ എത്ര ദിവസത്തേക്ക് അവിടെ സ്റ്റേ ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്? 6 മാസം, 30 ദിവസം, 7 ദിവസം, 1 വർഷം. 1 വർഷവും 6 മാസവും ഒക്കെ എക്സ്ട്രീമാണ്. നമ്മൾ സുനിത വില്യംസിന്റെ ഒക്കെ ന്യൂസ് വായിച്ചിട്ടില്ലേ? അവരൊക്കെ ഒരുപാട് നാൾ നിൽക്കുന്നതാണ് അവിടെ. അപ്പം അത്രയും മിക്കവാറും വരാൻ സാധ്യതയില്ല. 30 അല്ലെങ്കിൽ 7 ദിവസത്തേക്കൊക്കെ ആയിരിക്കും. മിക്കവാറും നമുക്കിപ്പോൾ ഫസ്റ്റ് മിഷൻ ആയതുകൊണ്ട് വല്ല 7 ദിവസത്തേക്കൊക്കെ നിൽക്കുന്നുണ്ടാവുള്ളായിരിക്കും. നമുക്ക് എന്തായാലും സി മാർക്ക് ചെയ്യാം. ഓക്കെ. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്നത്തെ 11ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് നാസ സ്പേസ് ടെലസ്കോപ്പ് കണ്ടിന്യൂസ് ടു മേക്ക് ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഡിസ്കവറീസ് ഓഫ് എക്സോപ്ലാനറ്റ്സ് ആൻഡ് ഡിസ്റ്റന്റ് ഗാലക്സീസ്? അതായത് പുറത്തുള്ള നമ്മുടെ സൗരയൂഥത്തിന് പുറത്തുള്ള പ്ലാനറ്റ്സും ഗാലക്സിയും എല്ലാം കണ്ടുപിടിച്ചുകൊണ്ടേ ഇരുന്ന് ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു നാസ സ്പേസ് ടെലസ്കോപ്പ് ഏതാണ്? ഹബിൾ സ്പേസ്, ജെയിംസ് വെബ് ടെലസ്കോപ്പ്, ചന്ദ്ര എക്സ്റേ ഒബ്സർവേറ്ററി, സ്പിറ്റ്സർ സ്പേസ് ടെലസ്കോപ്പ്. ഇതിലിപ്പോൾ കൂടുതലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ജെയിംസ് വെബ് ആണ്. ഡിസ്റ്റന്റ് ഗാലക്സി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈവൻ യൂണിവേഴ്സൊക്കെ ആ ബിഗ് ബാങ്ങിന് ശേഷം വന്ന അത്രയും ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഗാലക്സികൾ പോലും ജെയിംസ് വെബ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ ഹബിൾ സ്പേസ് ടെലസ്കോപ്പിന് ഇതിനൊരു റോളുണ്ട്, പക്ഷേ ഈ കോണ്ടെക്സ്റ്റ് വെച്ച് മിക്കവാറും ജെയിംസ് വെബ് ആവാനാണ് സാധ്യത. 12ാമത്തെ ക്വസ്റ്റ്യൻ പോവാം. നാസാസ് ഡ്രാഗൺ ഫ്ലൈ മിഷൻ സ്കെഡ്യൂൾ ടു ലോഞ്ച് ലേറ്റർ ദിസ് ഡെക്കേഡ് വിൽ എക്സ്പ്ലോർ. ഡ്രാഗൺ ഫ്ലൈ അങ്ങോട്ടാ പോവുക? ഡ്രാഗൺ ഫ്ലൈ എന്ന് പറഞ്ഞാൽ അത് സ്പേസ് എക്സിന്റെ ഒരു ഇതാണ്. അപ്പോൾ അത് യൂറോപ്പ ആണോ, ടൈറ്റൻ ആണോ, ഗാനമീഡ് ആണോ, മെർക്കുറി ആണോ? അപ്പോൾ അവിടെ അടുത്ത് കിടക്കുന്ന മെർക്കുറി ആണ്. ഗാനിമീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജൂപ്പിറ്ററിന്റെ ആണ്. ടൈറ്റൻ എന്ന് പറഞ്ഞാൽ സാറ്റേൺ ആണ്. യൂറോപ്പ എന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നു ജൂപ്പിറ്ററിന്റെ ആണെന്ന് തോന്നുന്നു. വലിയ പിടിയില്ല, ഉറപ്പില്ല. അപ്പോൾ ഇത് നമുക്കൊരു കൺഫ്യൂസ്ഡ് സ്റ്റേജ് ആണ്. ഇത് എനിക്ക് തോന്നുന്നു മിക്കവാറും ടൈറ്റാൻ ആവാനാണ് സാധ്യത, പക്ഷെ നമുക്ക് നോക്കാം, സെക്കൻഡ് റൗണ്ടിൽ നോക്കാം. അപ്പോൾ യൂറോപ്യൻ സ്പേസ് ഏജൻസീസ് ഹീറ മിഷൻ ഈസ് പ്രൈമർലി ഇൻറ്റൻഡഡ് ടു സ്റ്റഡി. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഹീറ മിഷൻ എന്താണ്? സൺസ് കൊറോണ, ആസ്ട്രോയിഡ് സിസ്റ്റം അഫക്റ്റഡ് ബൈ നാസാസ് ഡാർട്ട് ഇമ്പാക്ട്, സാറ്റേൺസ് റിങ്സ് ആൻഡ് കൊമറ്റ് ഹാലി. നമുക്ക് അറിയില്ല, ഒരു പിടിയില്ല. ഹെറ വെച്ച് നമുക്ക് ഹാലി ഹെറ ചിലപ്പോൾ ആയിരിക്കും, അറിയില്ല. നമുക്ക് രണ്ടാമത്തെ റൗണ്ടിൽ വരാം. 14ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് പ്രൈവറ്റ് കമ്പനി ഈസ് ഡെവലപ്പിംഗ് ദ സ്റ്റാർഷിപ്പ് ലോഞ്ച് സിസ്റ്റം ഫോർ ഫ്യൂച്ചർ മൂൺ ആൻഡ് മാസ് മിഷൻസ്, എസ്പെഷ്യലി ഇറ്റ് ഈസ് സ്പേസ് എക്സ്? അതിന് നമുക്കിനി വേറെ ചോദ്യങ്ങളില്ല. സ്റ്റാർഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു സ്പേസ് എക്സ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലൂണാർ ഗേറ്റ് വേ പ്രൊജക്ട് ഈസ് ഇൻറ്റൻഡഡ് ടു. ലൂണാർ ഗേറ്റ് വേ പ്രൊജക്ട് എന്തിനാണ് രൂപീകരിച്ചിരിക്കുന്നത്? റീപ്ലേസ് ദ ISS ഇമ്മീഡിയറ്റ്ലി. ഇതൊക്കെ ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്. ഇമ്മീഡിയറ്റ്ലി തന്നെ റീപ്ലേസ് ചെയ്യാനല്ല, അത് ഗ്രാജുവലി ചെയ്തിട്ടുള്ളൂ. Serve as a space station orbiting the moon, Lunar Gateway Project. Launch satellites into geostationary orbit. Mine lunar minerals. അപ്പോൾ ലൂണാർ ഗേറ്റ് വേ ആയതുകൊണ്ട് മൂണായിട്ട് ബന്ധം കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഒഴിവാക്കാം. ഈ സിയും എയും നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ സ്പേസ് സ്റ്റേഷൻ ഓർബിറ്റിംഗ് ദ മൂൺ അല്ലെങ്കിൽ മൈൻ ലൂണാർ മിനറൽസ്. ഈ കരാർ, അന്താരാഷ്ട്ര കരാറൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മൂണൊക്കെ ഒരു കോമൺ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഏജൻസിക്ക് പോയി മിനറൽസ് ഒക്കെ മൈൻ ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവും ആണ്, കോൺട്രാക്ട്സ് വെച്ച് പോസിബിളും അല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു സെർവ് ആസ് എ സ്പേസ് സ്റ്റേഷൻ ഓർബിറ്റിംഗ് മൂൺ ആവാനാണ് സാധ്യത. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്കമിംഗ് നാസ മിഷൻ aims to return samples collected from Mars in collaboration with international partners. ഏത് നാസ മിഷനാണ് ഇന്റർനാഷണൽ പാർട്ട്നേഴ്സായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് മാർസിൽ നിന്ന് സാമ്പിൾസ് കളക്ട് ചെയ്യാൻ രൂപീകരിച്ചത്? അതായത് ഓസിറിസ് റെക്സ്, മാർസ് സാമ്പിൾ റിട്ടേൺ, സൈക്ക്, യൂറോപ്പ ക്ലിപ്പർ. സൈക്കൊക്കെ അല്ല, സൈക്കൊക്കെ ഏതൊരു ആസ്ട്രോയിഡിനെ റിലേറ്റ് ചെയ്തിട്ട് എന്തോ ഒരെണ്ണമാണ് സൈക്ക്. ഒസിറിസ് റെക്സും അല്ല. ഒസിറിസ് റെക്സ് ഞാൻ ചെറിയൊരു ഓർമ്മയുണ്ട്, പക്ഷെ എന്തിനാണെന്ന് ഓർക്കുന്നില്ല. പക്ഷെ ഇതിനല്ല. എനിക്ക് തോന്നുന്നു മാർസ് സാമ്പിൾ റിട്ടേൺ ആയിരിക്കാം.
ബി ആയിരിക്കാം ആൻസർ. യൂറോപ്പ ക്ലിപ്പർ ഒരു ESAയുടെ മിഷനാണെന്ന് തോന്നുന്നു. ESA യൂറോപ്യൻ സ്പേസ് ഏജൻസി റിലേറ്റഡ് വല്ലതും ആയിരിക്കണം. അപ്പോൾ നമുക്ക് മാർസ് സാമ്പിൾ റിട്ടേൺ നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? നാസാസ് യൂറോപ്പ ക്ലിപ്പർ മിഷൻ. അപ്പോൾ അത് നാസയുടെയാണ്, ESAയുടെ അല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെ പോയി മറ്റേത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടും സെയിം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയില്ല. അപ്പം എന്താ, നാസയുടെയാണ് യൂറോപ്പ ക്ലിപ്പർ മിഷൻ. ഈസ് പ്രൈമർലി ഡിസൈൻ ടു സ്റ്റഡി ജൂപ്പിറ്റേഴ്സ് മൂൺ യൂറോപ്പ. അതായിരിക്കും. സാറ്റേൺസ് മൂൺ ടൈറ്റാൻ, വീനസ്, മെർക്കുറി. യൂറോപ്പ സിങ്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ജൂപ്പിറ്റേഴ്സ് മൂൺ ആക്കാം. നാസയുടെ ആണ് അപ്പോൾ യൂറോപ്പ ക്ലിപ്പർ മിഷൻ. നമ്മൾ പറഞ്ഞ ഗസ് ചെയ്ത് ESAയുടെ ആണെന്നാണ്, അത് തെറ്റാണ്. നമുക്ക് 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ISRO ഹാസ് അനൗൺസ്ഡ് പ്ലാൻസ് ടു എസ്റ്റാബ്ലിഷ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ബൈ അപ്രോക്സിമേറ്റ്ലി എപ്പോഴായിരിക്കും? 2030 ആയിരിക്കും. ഒരുപാട് ടാർഗറ്റ്സ് വെച്ചിരിക്കുന്നത് 2030-ലാണ്. പക്ഷേ നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ല, ഒരു ഐഡിയ ഇല്ല. നമുക്ക് രണ്ടാമത്തെ റൗണ്ടിൽ നോക്കാം. വിച്ച് ഇന്ത്യൻ അസ്ട്രോനോട്ട് ബിക്കെയിം ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിസിറ്റ് ദ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ? അതും ചോദിക്കാമല്ലോ, കാരണം ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് മലയാളി അല്ലേ പോണേ. അപ്പൊ ആദ്യം ഫസ്റ്റ് ഇന്ത്യൻ ആരാ? രാകേഷ് ശർമ്മ, ഒബ്വിയസ്ലി രാകേഷ് ശർമ്മ. ആൻഡ് ദ 10th and 20th question, which of the following is India's planned indigenous space station? ത്യാങ്ങോങ് ചൈനയുടെയാണ്. ലൂണാർ ഗേറ്റ്വേ മിക്കവാറും നാസയുടെ ആയിരിക്കും. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഡെഫിനറ്റ്ലി അതാണ് നമ്മുടെ പ്ലാൻഡ് ഇൻഡിജിനസ് സ്പേസ് സ്റ്റേഷൻ. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനാണ്. നേരത്തെ ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. അത് എപ്പോഴാണ്? അത് നമുക്ക് 2030 പോസിബിൾ ആണോ? പക്ഷെ നമുക്ക് ഈ പൊളിറ്റിക്സ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ലോങ് ടേം ഇതൊന്നും അവർ വെക്കില്ല. എപ്പോഴും ഒരു സിറ്റിസൺസിനെ അവരുടെ പാർട്ടിയിലേക്ക് വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി എപ്പോഴും ഒരടുത്ത, എന്നാൽ അധികം അടുക്കാത്ത അങ്ങനത്തെ ഒരു വർഷമായിരിക്കും. മിക്കവാറും 2030 ആയിരിക്കും. നമുക്ക് ഒന്നും കൂടെ അടുത്ത റൗണ്ടിൽ നിന്ന് പോയിട്ട് വരാം. നമ്മൾ ഏതൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് നോക്കണ്ടേ? 1, 2, 3 ഒക്കെ ആൻസർ ചെയ്തിട്ടുണ്ട്, 4 ആൻസർ ചെയ്തിട്ടുണ്ട്, 5 ആൻസർ ചെയ്തിട്ടുണ്ട്, 6 നമുക്കൊരു ഇത് അല്ലേ? അൺക്രൂഡ് ഗഗൻയാൻ. വിച്ച് ഹ്യൂമനോയിഡ് റോബോട്ട് ഈസ് എക്സ്പെക്ടഡ് ടു ഫ്ലൈ അബ്രോഡ് ആൻഡ് നമ്മൾ എഴുതിയതാണല്ലോ, വ്യോമിത്ര നമ്മൾ എഴുതിയതാ. ആൻഡ് ബാക്കപ്പ് ആസ്ട്രോനോട്ട് ഫോർ അക്സിയം മിഷൻ 4 ഇന്ത്യൻ എയർഫോഴ്സ് അല്ലേ? അങ്കദ് പ്രഭാബ്, അജിത് കൃഷ്ണൻ, പ്രശാന്ത് നായർ, രാകേഷ് ശർമ്മ ഫസ്റ്റ് ഇന്ത്യൻ ടു ഗോ ടു സ്പേസ് ആണ്. അപ്പൊ ഈ അക്സിയോം മിഷൻ 4 പുള്ളി എന്തായാലും കാണത്തില്ല. അങ്കദ് പ്രതാപാണോ, അജിത് കൃഷ്ണനാണോ, പ്രശാന്ത് നായരാണോ നമുക്കറിയില്ല. നമുക്ക് നോക്കാം, അത് ലീവ് ചെയ്യാം. ഒരെണ്ണം എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റേ 3 നമുക്ക് അറിയില്ലല്ലോ, നമുക്ക് ലീവ് ചെയ്തേക്കാം. പിന്നെ 30, 31, 32 നാസാസ് ഡ്രാഗൺ ഫ്ലൈ മിഷൻ സ്കെഡ്യൂൾ ടു ലോഞ്ച് ലേറ്റർ ദിസ് ഡെക്കേഡ് വിൽ എക്സ്പ്ലോർ. ഡ്രാഗൺ ഫ്ലൈ ഒരു പിടിയില്ല, അറിയില്ല. എന്തായാലും യൂറോപ്പ ആയിരിക്കില്ല അല്ലേ? യൂറോപ്പ നമ്മൾ നേരത്തെ കണ്ടില്ലേ, യൂറോപ്പ വേറൊരു മിഷൻ നാസയ്ക്കുണ്ട്, അറിയില്ല. നമ്മൾ ഇത് ലീവ് ചെയ്യണം. 32 ലീവ് ചെയ്യുന്നു. ESA's ഹെറ മിഷൻ ഈസ് പ്രൈമർലി ഇന്റൻഡഡ് ടു സ്റ്റഡി സൺസ്. കൊറോണയാണോ? നാസാസ് ഡാർട്ട് ഇമ്പാക്ട്, സാറ്റേൺ റിങ്, കൊമറ്റ്, ഹാലി ആവാനാണ് സാധ്യത, പക്ഷെ നമ്മളത് മാർക്ക് ചെയ്യുന്നില്ല. 34 സ്പേസ് എക്സ്, 35, 36, 37 എഴുതിയിട്ടുണ്ട്, 8 എഴുതിയിട്ടുണ്ട്, 9 എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ 20 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് വരെ നമുക്ക് നോക്കാം. ആദ്യത്തെ അത് സി ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ സി, നാസയാണ്. അപ്പോൾ അനിൽ, നമ്മുടെ പുതിയ കേണൽ അനിൽ പോകുന്നത് നാസയുടെ ആസ്ട്രോനോട്ടായിട്ടാണ് കേട്ടോ. ഇനി പുള്ളി കേരളക്കാരനാണ്, അതും നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. സ്പേസ് എക്സ് ഡ്രാഗൺ മിഷൻ സ്പേസ് എക്സ് ഡ്രാഗൺ ക്രൂ ആണല്ലേ, സോയൂസ് അല്ല. ഓക്കെ, നമ്മൾ ഇവിടെ തെറ്റിച്ചു, സോയൂസ് ആണെന്നാണ് നമ്മൾ എഴുതിയത്. പിന്നെ അടുത്തത് മിഷൻസ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആണ്, നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ശരി, ഇത് ശരി, ഇത് തെറ്റി. നമ്മളപ്പോൾ അത് സ്പേസ് എക്സ് ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റിലാണ് പുള്ളി പോകുന്നത് കേട്ടോ. സോയൂസ് ആണെന്ന് ന്യൂസിൽ ഇങ്ങനെ കണ്ടതുപോലെ ഒരു ഓർമ്മ, അതാണ് ഞാൻ സ്പേസ് എക്സ് ഡ്രാഗൺ അങ്ങ് ഒഴിവാക്കിയത്.
ഓക്കെ, അപ്പോൾ 4 ശരി. അഞ്ചാമത്തത് ഗഗൻയാൻ 1 വിൽ ബി ദ ഫസ്റ്റ് അൺക്രൂഡ്. ഓക്കെ, നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. വ്യോമമിത്ര നമ്മൾ ശരിയാക്കി, ഹ്യൂമനോയിഡ് റോബോട്ട്. പിന്നെ ഇത് പ്രശാന്ത് നായരാണ്, ഗ്രൂപ്പ് ബാക്കപ്പ് ആസ്ട്രോനോട്ട് ഓഫ് ആക്സിയം മിഷൻ 4. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെച്ചാൽ. ഗഗൻയാൻ ആസ്ട്രോനോട്ടായിട്ടാണ്. ഓക്കെ, ആൻഡ് ഡെമോൺസ്ട്രേറ്റ് ഇൻഡിപെൻഡൻറ്റ് ഹ്യൂമൻ സ്പേസ് കേപ്പബിലിറ്റി. എന്തിൻ്റെ? ഗഗൻയാൻ്റെ എയിമാണത് കേട്ടോ. ഡെമോൺസ്ട്രേറ്റ് ഇൻഡിപെൻഡൻറ്റ് ഹ്യൂമൻ സ്പേസ് കേപ്പബിലിറ്റി, സ്പേസ് ഫ്ലൈറ്റ് കേപ്പബിലിറ്റി. ഇനി സക്സസ്ഫുൾ ഗഗൻയാൻ മിഷൻ മേക്ക് ഇന്ത്യ 4th. നമ്മൾ കറക്റ്റ് എഴുതിയതാ 9ാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ അപ് ടു 7 days നമ്മുടെ ഗസ് ആണത്, പക്ഷെ അത് റൈറ്റ് ആയി. അതായത് ആദ്യത്തെ ഒരു മിഷൻ അല്ലേ, അധികം 1 year 6 months ഒക്കെ എക്സ്ട്രീം ആണ്. പിന്നെ 30 days 7 days ആണ് ബാക്കി ഉണ്ടായിരുന്നത്. അതിൽ 7 days ആവാൻ സാധ്യത, കാരണം നമ്മുടെ ഫസ്റ്റ് സ്പേസ് മിഷനാണ്. സോ ഇനി ജെയിംസ് വെബ് കറക്റ്റ് ആണ്. ജെയിംസ് വെബ് നമ്മൾ കറക്റ്റ് ആക്കി. ടൈറ്റൻ ആണ്. നമ്മൾ ഏകദേശം നമ്മൾ ഗസ് ചെയ്തത് കറക്റ്റ് ആയിരുന്നു, പക്ഷെ നമ്മളത് മാർക്ക് ചെയ്തില്ല. അപ്പോൾ ഡ്രാഗൺ ഫ്ലൈ മിഷൻ നമ്മുടെ നാസയുടെ എന്താണ്? ടൈറ്റൻ ആണ്. ഓക്കെ ഓക്കെ, ഇതും നമുക്ക് ESAയുടെ ഹെറ നമ്മൾ ഗസ് റോങ് ആയിരുന്നു. അതായത് നാസാസ് ഡാർട്ട് ഇമ്പാക്റ്റിനെ അഫക്റ്റ് ചെയ്ത ആസ്ട്രോയിഡിനെ പഠിക്കാൻ വേണ്ടിയുള്ളതാണ് ESAയുടെ ഹിറ മിഷൻ. നമ്മൾ ഇത് ലീവ് ചെയ്തു, ഇതും നമ്മൾ ലീവ് ചെയ്തു. ഇനി സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് എന്ന് പറഞ്ഞാൽ സ്പേസ് എക്സിൻ്റെയാണ്, നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി കണ്ട ലൂണാർ ഗേറ്റ് വേ, അതൊരു നമ്മൾ ഗസ് ചെയ്ത് എഴുതിയതാണ്, അതും സ്പേസ് സ്റ്റേഷൻ ഓർബിറ്റിംഗ് മൂണാണ്. ഇനി മാർസ് സാമ്പിൾ റിട്ടേൺ, അതും നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, ഗസ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ജൂപ്പിറ്റേഴ്സ് മൂൺ യൂറോപ്പ. ഓക്കെ, യൂറോപ്പ ക്ലിപ്പർ വിൽ ഇൻവെസ്റ്റിഗേറ്റ് ജൂപ്പിറ്റർ മൂൺ യൂറോപ്പ, അതിൻ്റെ പേര് വെച്ച് നമ്മൾ പിടിച്ചതാണത്. ഇനി 2030 നമ്മൾ ഗസ് ചെയ്ത് ശരിയാക്കി. അതായത് ISROയുടെ ഭാരതി അന്തരീക്ഷ സ്റ്റേഷൻ. അത് ഈ പൊളിറ്റിക്സും കൂടെ നമ്മൾ അതിലൊന്ന് ആലോചിക്കണം. അപ്പോൾ നമുക്ക് ഏകദേശം, പിന്നെ 2030 എന്ന് പറഞ്ഞാൽ ഒരുപാട് മിഷൻസ് ഇന്റർനാഷണൽ ആണെങ്കിലും നാഷണൽ ആണെങ്കിലും ഒരുപാട് ഡെഡ് ലൈൻ വെച്ചേക്കുന്ന ഒരു ഇയർ ആണ് 2030. സോ നമുക്കതിൽ ധൈര്യമായിട്ട് നമുക്ക് കുത്താം കുറച്ചൊക്കെ. പിന്നെ വരുന്നത് ഇത് നമുക്കറിയില്ലായിരുന്നു. സുഭാൻഷു ശുക്ല എന്നാണ് 39ാമത്തെ ആൻസർ. ഹി ബിക്കേം ദ, നമ്മൾ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ, രാകേഷ് ശർമ്മ എന്നാണ് നമ്മൾ എഴുതിയത്, പക്ഷെ നമ്മൾ തെറ്റിയത്. അപ്പൊ ഇനി ഭാരതി അന്തരീക്ഷ സ്റ്റേഷൻ 20ാമത്തത് ശരിയാണ്. അപ്പോൾ നമ്മുടെ സോയുസ് മിഷൻ എന്ന് പറയുന്നത്, സോയുസും പിന്നെ ഡ്രാഗൺ ക്രൂവുമായിട്ടൊരു കൺഫ്യൂഷൻ നമുക്ക് വന്നില്ല. അത് നമ്മൾ എഴുതിയത് കറക്റ്റ് ആൻസർ ആയിരുന്നു കേട്ടോ. സോയുസ് അല്ല, സോയുസ് ആണ്, മറ്റേ ഇതല്ല, ഡ്രാഗൺ അല്ല. ഈ അനിൽ മേനോൻ ട്രാവൽ ചെയ്തത് ഇവിടെ സോയുസ് തന്നെയാണ്. നമുക്ക് ആൻസറിൽ വന്നിരിക്കുന്ന ഡ്രാഗൺ എന്നാണ്, ഇത് തെറ്റാണ്. സോയുസ് തന്നെയാണ്, സോയുസ് MS തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ അതായത് 3ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്നത്തെ 3ാമത്തെ ക്വസ്റ്റ്യനും നമ്മൾ ശരിയാക്കിയിട്ടുണ്ട് ഇവിടെ. ഇത് നമ്മൾ തെറ്റാണ് ഇട്ടിരിക്കുന്നത്, ഇതല്ല, ഇത് ശരിയാണ്. ഓക്കെ, അപ്പം അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാനുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഇത്രയും ഇൻഫർമേഷനാണ് നമുക്ക് സ്പേസ് മിഷനെ പറ്റിയിട്ട് ഹൈക്കോർട്ട് അസിസ്റ്റന്റിൽ നമുക്ക് ഇന്നത്തേക്ക് കവർ ചെയ്യാനുള്ളത്. ഇത് നമുക്ക് അറിയാത്തതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, കാരണം ഇതൊക്കെ ഹോട്ട് ടോപ്പിക്സ് ആണ്. നമ്മളൊരു കേരളക്കാരൻ ആദ്യമായിട്ടൊരു കേരളക്കാരൻ സ്പേസിലേക്ക് പോകുന്നു. പിന്നെ ഒരുപാട് ഇന്ത്യൻസിന്റെ സാന്നിധ്യമുള്ള ഒരുപാട് മിഷൻസ് വരാൻ പോകുന്നുണ്ട്. ഇപ്പൊ തന്നെ ഇന്ത്യ തന്നെ സ്പേസിലേക്ക് പോകാൻ പോകുന്നു. അങ്ങനെ ഒരുപാട് ഇവന്റുകൾ വരുന്നുണ്ട്, ഒരുപാട് ഡെഡ് ലൈൻസ് വരുന്ന ഒരു വർഷമാണ് 2030. അപ്പൊ അത് എന്തൊക്കെയാണ് അപ്പോൾ 2030 കംപ്ലീറ്റ് ആവാൻ പോണതെന്നൊക്കെ ഉള്ളതൊക്കെ നോക്കേണ്ടി വരും. ഏകദേശം ഈ ഒരു മിഷൻസ് ഒക്കെ തന്നെ ആയിരിക്കും ചോദിക്കുക. ഗഗൻയാൻ, ഇന്ത്യയുടെ അന്തരീക്ഷ സ്റ്റേഷൻ, പിന്നെ ചൈനയുടെ തിയാങ്ങോങ് ആണെന്നൊക്കെ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം നമ്മളൊരു സ്പേസ് സ്റ്റേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരുടെ എന്താണ്, അവരുടെ ബഹിരാകാശ പേടകങ്ങൾ എന്തൊക്കെയായിരിക്കും. ഇപ്പൊ സോയൂസ് എന്ന് പറഞ്ഞാല് റഷ്യയുടെയാണ്. അങ്ങനെയൊക്കെ നമ്മളൊന്ന് അറിഞ്ഞു വെക്കണം. സോ അത്രേ ഉള്ളൂ ഇന്നത്തേക്ക് കവർ ചെയ്യാൻ അത്രേ ഉള്ളൂ. അപ്പം നമുക്കിനി നാളെ കാണാം. നാളെ കുറച്ച് വേറെ ടോപ്പിക്സിൽ നമുക്ക് കവർ ചെയ്ത് നമുക്ക് നാളെ 10 ദിവസം ആൻസർ ചെയ്യാം. ഓക്കെ.